നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക. നമുക്ക് ഇനി സ്പ്രെഡിലോട്ട് പോകാം. 8 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് ഇവിടെ എടുക്കുന്നത്. ബോട്ടം വന്നത് 4 ഓഫ് കപ്സ് ആണ്. 6 of Pentacles, Queen of Cups, 9 of Pentacles, 2 of Swords, Knight of Wands, 7 of Wands, the World, Ace of Cups. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഈ സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ വളർച്ചയും സമാധാനപരമായ ജീവിതവും കണ്ട് അസൂയപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ സ്പ്രെഡിൽ ഏറ്റവും പോസിറ്റീവായി വന്ന കാർഡ് ദ വേൾഡ് കാർഡാണ്. നിങ്ങൾ ശരിയായ ദിശയിലാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മറ്റുള്ളവരുടെ അസൂയ. നിങ്ങളുടെ കഠിനാധ്വാനവും നേട്ടങ്ങളും അവർക്ക് അപ്രാപ്യമാകുമ്പോഴാണ് അത് അസൂയയായി മാറുന്നത്. ആ നെഗറ്റീവ് എനർജിയെ പോസിറ്റീവായി കാണാനുള്ള നിങ്ങളുടെ മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ വിജയം നൽകുന്നത്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ലോകം നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്ന സമയമാണിത്. ഈ കാർഡ് നിങ്ങളുടെ ജീവിതം ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. അസൂയയും വിദ്വേഷവും പുറത്തുനിന്നുണ്ടാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ഉറവയുണ്ടെന്നാണ് ഏസ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിലെ സന്തോഷത്തെ കെടുത്താൻ അനുവദിക്കാത്ത മാനസികാവസ്ഥയാണിത്. പുതിയൊരു സൗഹൃദമോ പ്രണയമോ അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകളോ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്നു. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളിപ്പോൾ മാനസികമായി വളരെ ശക്തനാണെന്നാണ്. ശത്രുക്കളുടെ വാക്കുകളേക്കാൾ നിങ്ങളുടെ മനസാക്ഷിയുടെ ശബ്ദത്തിന് നിങ്ങൾ വില നൽകുന്നു. പുറത്ത് അസൂയയുടെ പുകപടലങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ തെളിനീർ ഉറവയുണ്ട്. അത് നിങ്ങളെ കൂടുതൽ പ്രസന്നനാക്കും. 7 ഓഫ് വാൺസ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വളർച്ചയിൽ അസൂയ പൂണ്ട് നിങ്ങളെ താഴെ ഇറക്കാൻ നോക്കുന്നവർക്ക് മുന്നിൽ നിങ്ങൾ അചഞ്ചലനായി നിൽക്കുന്നു. നിങ്ങൾ അസൂയാലുക്കളെ ഭയപ്പെടുന്നില്ല. പകരം ആ വെല്ലുവിളികളെ ഓരോന്നായി നേരിട്ട് കൂടുതൽ കരുത്തരാകുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വിജയത്തിന് മാറ്റുകൂട്ടുന്നത് ഈ പോരാട്ടമാണ്. പൊരുതി നേടിയ വിജയത്തിന് എപ്പോഴും തിളക്കം കൂടുതലായിരിക്കും. മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്കും കുത്തുവാക്കുകൾക്കും മുകളിൽ നിങ്ങളുടെ വ്യക്തിത്വം ഉയർന്നു നിൽക്കുന്നു. നൈറ്റ് ഓഫ് വാൺസ് കാർഡ് നൽകുന്ന സൂചന ശത്രുക്കളുടെ അസൂയയാണ് നിങ്ങളുടെ വിജയത്തിന് മാറ്റുകൂട്ടുന്നത് എന്നാണ്. അവരുടെ അസൂയയെ നിങ്ങളൊരു ഇന്ധനമാക്കി മാറ്റിയിരിക്കുന്നു. അവർ നിങ്ങളെ തടയാൻ നോക്കുന്തോറും നിങ്ങൾ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കുതിക്കുന്നു. ഭയമില്ലാതെ പുതിയ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. സംസാരത്തേക്കാൾ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അസൂയയുടെ ചൂട് നിങ്ങളെ കരിച്ചു കളയുന്നില്ല, മറിച്ചൊരു തങ്കത്തെപ്പോലെ കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ശത്രുക്കളുടെ അസൂയയ്ക്കിടയിൽ നിങ്ങൾ എങ്ങനെ ഇത്ര ശാന്തരായിരിക്കുന്നു എന്നതിൻ്റെ രഹസ്യം 2 ഓഫ് സോഴ്സ് കാർഡ് സൂചിപ്പിക്കുന്നു. ശത്രുക്കളുടെ പരിഹാസങ്ങളോ അസൂയ കലർന്ന നോട്ടങ്ങളോ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. പുറത്ത് അസൂയയുടെ വേലിയേറ്റം നടക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സമാധാനമുണ്ട്. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതെ ആർക്കും മറുപടി കൊടുക്കണം, ആർക്ക് കൊടുക്കണ്ട എന്ന് നിങ്ങൾ കൃത്യമായി തീരുമാനിക്കുന്നു. നിങ്ങൾ അവർക്ക് മറുപടി കൊടുക്കുന്നത് വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ മൗനം കൊണ്ടും നിശബ്ദമായ നീക്കങ്ങൾ കൊണ്ടുമാണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വിജയം മറ്റാരുടെയും സഹായം കൊണ്ടല്ല, നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടുണ്ടായതാണ്. നിങ്ങളുടെ വളർച്ച കാണുമ്പോൾ അസൂയക്കാർക്ക് അത് സഹിക്കാൻ കഴിയാത്തത് നിങ്ങൾ അത്രമേൽ ഉയരത്തിലെത്തിയത് കൊണ്ടാണ്. അസൂയാലുക്കൾ എന്ത് വിചാരിക്കുമെന്നത് നിങ്ങളെ ബാധിക്കാത്തത് നിങ്ങളുടെ കഴിവുകൊണ്ടാണ്. ക്യൂൻ ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് അസൂയാലുക്കൾ വിഷം തുപ്പുമ്പോൾ നിങ്ങൾ സ്നേഹവും കരുണയും തിരിച്ചു നൽകുന്നു. അത് അവരെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നു, നിങ്ങളെ കൂടുതൽ മഹത്വമുള്ളവരാക്കുന്നു. നിങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം നിങ്ങളുടെ ബുദ്ധി മാത്രമല്ല, നിങ്ങളുടെ മനസാക്ഷിയുടെ ശബ്ദം കൂടിയാണ്. ആര് ചതിക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാം. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ നീക്കങ്ങളെ നിങ്ങൾ ശാന്തമായി നേരിടുന്നു. നിങ്ങളിപ്പോൾ വെറും ഒരു വിജയിയല്ല, മറിച്ച് പക്വതയുള്ള ഒരു വ്യക്തിയാണ്. അസൂയാലുക്കളെ നോക്കി പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ടാണ്. നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്നവർക്ക് 6 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് ഒരു താക്കീത് കൂടിയാണ് നൽകുന്നത്. ശത്രുക്കൾ നെഗറ്റിവിറ്റി വിതയ്ക്കുമ്പോൾ നിങ്ങൾ നന്മ വിതയ്ക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ വിജയം തകർക്കാൻ ആർക്കും കഴിയാത്തത്. അനാവശ്യമായ വിമർശനങ്ങളെയും ബഹളങ്ങളെയും കണ്ണടച്ച് അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ നേട്ടങ്ങളെ നിങ്ങൾ ധീരമായി സംരക്ഷിക്കുന്നു. കൈവന്ന വിജയത്തിൽ അഹങ്കരിക്കാതെ മനസ്സമാധാനത്തോടെയും പക്വതയോടെയും നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ഇതാണ് ഇന്ന് കിട്ടിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.